നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ നഗരത്തോട് ചേർന്ന് സർക്കാരിന്റെ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം ഉടൻ ആരംഭിക്കും. കെ ശൈലജ MLAയുടെ ഇടപെടലാണ് മട്ടന്നൂരിന്റെ കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന പദ്ധതിക്ക് പിന്നിൽ. മട്ടന്നൂർ അയ്യല്ലൂർ റോഡിൽ കനാലിന് സമീപം ഇറിഗേഷനിൽ നിന്ന് വിട്ടു നൽകിയ സ്ഥലത്താണ് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 2022 പകുതിയോടെ കെ ശൈലജ MLA, കായിക വകുപ്പ് മന്ത്രി, റവന്യൂ, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് കനാലിന് സമീപത്ത് 2 ഇടങ്ങളിലായി ഇറിഗേഷൻ ഉടമസ്ഥതയിലുള്ള 2 സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നീടാണ് കനാലിന് സമീപത്തെ സ്ഥലം കണ്ടെത്തിയത്. ഇവിടെ ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ കോർട്ടുകൾ, ഫിറ്റ്നസ് സെന്റർ, നടക്കാനുള്ള സ്ഥലം, 2600 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം തുടങ്ങിയവയാണ് നിർമ്മിക്കുക. വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് കേന്ദ്രവും ഉണ്ടാകും. കോർട്ടുകൾ ആവശ്യാനുസരണം മാറ്റാൻ കഴിയുന്ന തരത്തിലാകും നിർമ്മിക്കുക. നഗരസഭാ ചെയർമാനും അതുപോലെ ഞാനും എല്ലാം പങ്കെടുത്തുകൊണ്ട് മട്ടന്നൂർ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ, അതായത് ഒരു ഇൻഡോർ ഓഡിറ്റോറിയം, നമുക്ക് ഈ അടുത്തൊന്നും അത്തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയം ഇല്ല. അപ്പോൾ 2400 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കാൻ കഴിയുന്ന ഇൻഡോർ ഓഡിറ്റോറിയം, വളരെ ആധുനികമായിട്ടുള്ള ഒരു ഇൻഡോർ ഓഡിറ്റോറിയമാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് 1ാം ഘട്ടമാണ്. 2 ഘട്ടമായി. 2ാം ഘട്ടത്തിൽ അവിടെ നീന്തൽ പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അക്വാറ്റിക് കോംപ്ലക്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് മാസ്റ്റർ പ്ലാൻ. ആദ്യ ഫേസിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയമാണ്. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിന് നഗരസഭയും അതുപോലെ തന്നെ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് അത് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ DPR വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ചീഫ് എഞ്ചിനീയറും അതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയർമാരും ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. വളരെ പെട്ടെന്ന് DPR തയ്യാറാക്കി സമർപ്പിക്കുകയും സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ AS വളരെ പെട്ടെന്ന് തന്നെ നൽകുകയും ചെയ്യും. ഇതിനായി 3.90 സെന്റ് സ്ഥലമാണ് ഇറിഗേഷന് വിട്ടു നൽകിയത്. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രദേശത്തുള്ള മരങ്ങൾ ഉടൻ മുറിച്ചു നീക്കും. സ്ഥലത്തിന്റെ സ്കെച്ച് തയ്യാറാക്കി കായിക വകുപ്പിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി കെ ശൈലജ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.